ഇപ്പോൾ നമ്മളിൽ മിക്കവരും തന്നെ ഇങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നം ജീവിതത്തിൽ സംഭവിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാണ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവരാണ് എന്നിങ്ങനെ പല ന്യായങ്ങളും നിരത്തും. ശരിക്കും മറ്റൊരാളാണോ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അതോ നമ്മുടെ കർമ്മഫലമോ? മഹാഭാരതത്തിൽ അർജുനനാൽ കർണൻ വധിക്കപ്പെട്ടു എങ്കിലും അവിടെ കർണൻ്റെ കർമ്മഫലങ്ങൾ കൂടിയാണ് കർണന് ലഭിച്ചത്. അത്തരത്തിൽ കർണൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമായ കർമ്മഫലങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അതിൽ ആദ്യമായി പറയുന്ന കാര്യം കർണന് ഗുരുവായ പരശുരാമനിൽ നിന്നും ലഭിച്ച ശാപമാണ്. പരശുരാമൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ക്ഷത്രിയർക്ക് ആയോധന വിദ്യ പഠിപ്പിച്ചു കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇത് അറിയാമായിരുന്ന കർണൻ താൻ ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാണ് പരശുരാമൻ്റെ ശിഷ്യനായി ചേർന്നത്. ഒരു നാൾ കർണൻ്റെ മടിയിൽ കിടന്ന് പരശുരാമൻ നിദ്രയിലായിരുന്ന സമയം ദേവേന്ദ്രൻ ഒരു വലിയ വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് കർണൻ്റെ തുടയിൽ കടിച്ചു. കർണൻ എന്നാൽ തൻ്റെ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താതെ ഇരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. തുടയിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരുന്നു. നിദ്രയിൽ നിന്നും ഉണർന്ന പരശുരാമൻ ഈ കാഴ്ച കാണുന്നു. ഇത്രയും വേദന സഹിച്ച നീ ഒരിക്കലും ഒരു ബ്രാഹ്മണ കുലത്തിൽ ഉള്ളവനല്ല. ഇത്രയും വേദന സഹിക്കണമെങ്കിൽ അത് ഒരു ക്ഷത്രിയനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പരശുരാമൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് കണ്ടപ്പോൾ കർണൻ അദ്ദേഹത്തോട് മാപ്പിരുന്നു. എന്നാൽ വന്ന കോപത്തിൽ അദ്ദേഹം കർണനെ ശപിക്കുകയും ചെയ്തു. കർണ, നമ്മോട് അസത്യം പറഞ്ഞ നിന്നെ ഇതാ നാം ശപിക്കുന്നു. നീ നമ്മിൽ നിന്നും പ്രാപ്തമാക്കിയ എല്ലാ ദിവ്യാസ്ത്രങ്ങളുടെയും വിദ്യ നിനക്ക് ആവശ്യഘട്ടത്തിൽ മറന്നുപോകുന്നതായിരിക്കും. രണ്ടാമത്തെ ശാപം കർണന് ലഭിച്ചത് ഒരു മുനി വൈര്യനിൽ നിന്നുമാണ്. ഒരു നാൾ കർണൻ്റെ രഥത്തിൻ്റെ ചക്രം ഒരു പശുവിൻ്റെ ജീവൻ അപഹരിച്ചു. അത് ഒരു മുനിവര്യൻ്റേതായിരുന്നു. അന്ന് ആ മുനിവര്യൻ കർണനെ ഇങ്ങനെ ശപിക്കുന്നു: യുദ്ധത്തിൽ ഏറ്റവും ആവശ്യമായ സമയത്ത് നിന്റെ രഥത്തിൻ്റെ ചക്രം കുഴിയിൽ വീഴുന്നതായിരിക്കും. കൗരവപക്ഷത്തിലാണ് കർണൻ നിന്നത് എങ്കിലും ദാനത്തെയും ധർമ്മത്തെയും കർണൻ ഒരിക്കലും കൈവെടിഞ്ഞിരുന്നില്ല എന്ന സത്യവും നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.